നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ജീവകങ്ങൾ എന്ന ടോപ്പിക്കിൽ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. വൈറ്റമിൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ എ, ഡി, ഇ, കെ എന്നിവയെക്കുറിച്ച് വളരെ വിശദീകരിച്ച് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആയിട്ടുള്ള ബിയും സിയും, ബി കോംപ്ലക്സ് വൈറ്റമിൻസിനെ കുറിച്ചും വൈറ്റമിൻ സിയെക്കുറിച്ചും പഠിക്കാം. ഓക്കെ ആണല്ലോ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നോക്കുന്നത് വൈറ്റമിൻ സിയെക്കുറിച്ചാണ്. വൈറ്റമിൻ സി എന്താണ്? വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ് കേട്ടോ. ശാസ്ത്രീയ നാമം അഥവാ സയൻറ്റിഫിക് നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ഏത്? വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാലും അത് ഏത് തന്നെയാണ്? സി തന്നെയാണ്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? സി ആണ്. ഓക്കെ ആണല്ലോ. പുളിരുചിയുള്ള പഴങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ സി. പുളിരുചിയുള്ള പഴങ്ങളിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി ആണ്. സി. ഓക്കെ. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന, അപ്പോൾ രോഗപ്രതിരോധ ശേഷി നമുക്കുണ്ടെങ്കിൽ അധികം രോഗങ്ങളൊന്നും വരത്തില്ല, നമ്മളെന്ന് യുവാക്കളായിട്ടിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്കും യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. നെല്ലിക്കയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഇത്? വിറ്റാമിൻ സി. നെല്ലിക്കയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് ഇത്? വിറ്റാമിൻ സി. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് ഇത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? അതും വൈറ്റമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകും, നമ്മൾ ഏതെങ്കിലും ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുവാണെങ്കിൽ, അതായത് പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ഒരു വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണെങ്കിൽ പോലും പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്ന എന്തെന്നാണ്? നമ്മൾ പാകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴോ ഒക്കെ നഷ്ടമാകുന്നത് കൊണ്ട് നമ്മൾ ഈ വൈറ്റമിൻ സിയെ വിളിക്കുന്നത് എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ്. എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു? അസ്കോർബിക് ആസിഡാണ് ശാസ്ത്രീയ നാമം. പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നുണ്ട്. പുളിരുചിയുള്ള പഴങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. നെല്ലിക്കയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം സി. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന, അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. ഓക്കെ ആണല്ലോ. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഓക്കെ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അതിൻ്റെ ഉത്തരം സി എന്ന് തന്നെയാണ്. പാലിൽ നിന്നും മാംസത്തിൽ നിന്നും ലഭ്യമല്ലാത്ത വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. നമ്മൾ പറഞ്ഞില്ലേ, പുളി രുചിയുള്ള പഴങ്ങളിലും നെല്ലിക്കയിലും ഒക്കെയാണ് വൈറ്റമിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? പാലിൽ നിന്നും മാംസത്തിൽ നിന്നും ലഭ്യമല്ലാത്ത വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അപ്പം വിറ്റാമിൻ സിയുടെ അഭാവം ഉണ്ടായാൽ ഇരുമ്പിൻ്റെ ആഗിരണം കുറയും, അതായത് ശരീരത്തിൽ എന്ത് ചെയ്യും? ഇരുമ്പിൻ്റെ അംശം എന്ത് ചെയ്യും? കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരുന്നാൽ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരുന്നാൽ നഷ്ടമാകുന്ന വിറ്റാമിനാണ്, അതിൻ്റെ അളവ് കുറയുന്നൊരു വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഫ്രഷ് ഫുഡ് വിറ്റാമിനാണ്. അത് ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? വിറ്റാമിൻ സിയിലുള്ള പൂർണ്ണമായിട്ടുള്ള വിറ്റാമിൻ സി നമുക്ക് ലഭിക്കത്തുള്ളൂ. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് വിറ്റാമിൻ സി. ഒന്ന് ആലോചിച്ച് നോക്കൂ, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന വിറ്റാമിനാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ജലദോഷത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. വിറ്റാമിൻ സി മൂലമുണ്ടാകുന്ന അഭാവ രോഗം, വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? സ്കർവി എന്ന് പറയുന്നത്. അഭാവ രോഗം എന്ന് പറയുമ്പോൾ ഏതിൻ്റെയും കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കേട്ടോ. അപ്പോൾ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ശരീരത്തിൽ വിറ്റാമിൻ സി ലഭ്യമാകേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിനുള്ള അളവിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവ രോഗം ഏതാണ്? സ്കർവിയാണ്. ഓക്കെ ആണല്ലോ.
അപ്പോൾ വിറ്റാമിൻ സിയുടെ കാര്യം എന്തൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? അസ്കോർബിക് ആസിഡ്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യം, രോഗപ്രതിരോധ ശേഷി, പുളിരുചിയുള്ള പഴങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു, നെല്ലിക്കയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു, മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നുണ്ട്, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരുന്നാൽ നഷ്ടമാകുന്ന വൈറ്റമിനാണ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വൈറ്റമിനാണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിനാണ്. പാലിൽ നിന്നും മാംസത്തിൽ നിന്നും ലഭ്യമല്ലാത്ത വിറ്റാമിനാണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ അത് ഏത് തന്നെയാണ്? വിറ്റാമിൻ സി തന്നെയാണ്. ഓക്കെ, ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? വിറ്റാമിൻ സിയുടെ അഭാവ രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവിക്ക് വിളിപ്പേരുകളുണ്ട്. എന്തൊക്കെയാണ് സ്കർവിയുടെ വിളിപ്പേര്? നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? നാവികരുടെ പ്ലേഗ്. അപ്പം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. എന്തിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എന്തിൻ്റെ അഭാവം മൂലമാണ്? അത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. ഓക്കെ ആണല്ലോ? വൈറ്റമിൻ സിയെ കുറിച്ച് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോകാം. ഇനി വരുന്നത് ബി കോംപ്ലക്സ് വിറ്റാമിനുകളാണ് കേട്ടോ. ബി കോംപ്ലക്സ് വിറ്റാമിനുകളിൽ വരുന്ന ഓരോ വിറ്റാമിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ബി കോംപ്ലക്സ് വിറ്റാമിൻസ് എത്ര എണ്ണമാണുള്ളത്? നമ്മൾ മുമ്പത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എത്ര ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആണുള്ളത്? പ്രധാനമായും എത്ര എണ്ണമാണുള്ളത്? 8 ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആണുള്ളത് അല്ലേ? പ്രധാനമായിട്ടും 8 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വൈറ്റമിൻ B1 കുറിച്ച് നോക്കാം. ഏതാണ്? വൈറ്റമിൻ B1. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. എന്താണ്? തയാമിൻ. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം അഥവാ സയൻറ്റിഫിക് നെയിം എന്താണ്? തയാമിൻ എന്നാണ്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B1 എന്ന് പറയും. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം അല്ലെങ്കിൽ വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B1. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ B1 എന്ന് പറയും. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഇത് B1 എന്ന് പറയുന്നത്. അപ്പോൾ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ B1 ആണ്. ഓക്കെ, തവിടിൽ അടങ്ങിയിരിക്കുന്നു തയാമിൻ. ഓക്കെ, തവിടിൽ അടങ്ങിയിരിക്കുന്നു തയാമിൻ. അരി കഴുകുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ B1 എന്ന് പറയുന്നത്. അരി കഴുകുമ്പോൾ നഷ്ടമാകും. നമ്മൾ തവിടിലല്ലേ അടങ്ങിയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കഴുകും തോറും ആ തവിടിൻ്റെ അംശം അരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അരി കഴുകുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വിറ്റാമിൻ B1 ആണ് കേട്ടോ. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ B1 ആണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1 ആണ്. ആലോചിച്ച് വെച്ചേക്കുക. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ B1. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിവുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1 ആണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1 ആണ്. അരി കഴുകുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ്. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ്. എന്താണ് വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം? തയാമിൻ എന്നാണ്. തയാമിൻ. ഓക്കെ, വൈറ്റമിൻ B1ൻ്റെ അഭാവ രോഗം എന്താണ്? വൈറ്റമിൻ B1ൻ്റെ അഭാവ രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. ഏതാണ്? ബെറിബെറി. ഐക്യാൻഡ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ബെറിബെറി എന്ന് പറഞ്ഞാൽ ഐക്യാൻഡ് എന്നറിയപ്പെടുന്ന രോഗമാണ് ബെറിബെറി. അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ബെറിബെറി രോഗം ബാധിച്ചവർക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ശക്തിയില്ലായ്മ ഫീൽ ചെയ്യും. ഓക്കെ, ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു മടി പോലെ എപ്പോഴും ഫീൽ ചെയ്യും. എനിക്ക് കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ബെറിബെറി രോഗത്തെ എങ്ങനെ അറിയപ്പെടുന്നത്? ഐക്യാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. വൈറ്റമിൻ B1 തയാമിൻ എന്നാണ് ശാസ്ത്രീയ നാമം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. മദ്യപാനികൾക്ക് നൽകുന്നുണ്ട്. ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് ലഭിക്കുന്നു. അരി കഴുകുമ്പോൾ നഷ്ടമാകുന്നു. എന്താണ് ഇവയുടെ പ്രത്യേകത? കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിവുള്ള വിറ്റാമിനാണ് ഇത്? വിറ്റാമിൻ B1 എന്ന് പറയുന്നത്. അഭാവ രോഗം എന്ന് പറയുന്നത് ബെറിബെറിയാണ്. ബെറിബെറി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഐക്യാൻഡ് ഡിസീസ് എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത വിറ്റാമിനിലേക്ക് പോകാം. നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ B2 കുറിച്ചാണ്. വൈറ്റമിൻ B1 പറഞ്ഞു, ബി കോംപ്ലക്സിലെ B1 പറഞ്ഞു, അടുത്ത B2 ആണ് നോക്കുന്നത്. വൈറ്റമിൻ B2ൻ്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ എന്നാണ്. ഏതാണ്? റൈബോഫ്ലേവിൻ എന്നാണ് വൈറ്റമിൻ B2ൻ്റെ ശാസ്ത്രീയ നാമം. മറ്റൊരു പേരും കൂടിയുണ്ട്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ G അഥവാ വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന ജീവകം G എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B2 ആണ് അഥവാ റൈബോഫ്ലേവിൻ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ്
വൈറ്റമിൻ B2. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ്. പാലിൽ നേരിയ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണപ്പോൾ? അത് കരോട്ടിനോയിഡാണ് കേട്ടോ, കരോട്ടിനോയിഡ്. പാലിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനോയിഡാണ്. പാലിന് വെള്ള നിറം നൽകുന്ന, വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ അത് കെയ്സിനാണ്. കെയ്സിൻ. ഓക്കെ, കരോട്ടിൻ എന്ന് പറയുന്നത് ഒരു വർണ്ണവസ്തുവാണ്. കരോട്ടിനോയിഡ് എന്ന് പറയുന്നത് ഒരു വർണ്ണവസ്തുവാണ്. അത് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നു. പാലിന് വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ കെയ്സിനാണ്. അതിവിടെ അഡീഷണൽ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താ? വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കാര്യം പറയുന്നത്? പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B2. അങ്ങനെയാണെങ്കിൽ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന, ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതായിരുന്നു? അത് വൈറ്റമിൻ C ആണ്. ഇവിടെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അതേതാണ്? വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2. വളരെ കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ എന്നാണ്. വൈറ്റമിൻ G എന്നും അറിയപ്പെടുന്നുണ്ട്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിനാണ്. അങ്ങനെയാണെങ്കിൽ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് കരോട്ടിനോയിഡാണ്. പാലിന് വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണത്? കെയ്സിനാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ തന്നെയാണ്. ഓക്കെ, ഇനി റൈബോഫ്ലേവിൻ്റെ അഭാവ രോഗങ്ങൾ എന്തൊക്കെയാണ്? അഭാവ രോഗങ്ങൾ എന്ന് പറയുന്നത് ഗ്ലോസൈറ്റ്സും കീലോസിസുമാണ് രണ്ട് അഭാവ രോഗങ്ങളായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗ്ലോസൈറ്റ്സും കീലോസിസും. എന്താണ് ഗ്ലോസൈറ്റ്സ്? നാക്കിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോസൈറ്റ്സ് എന്ന് പറയുന്ന രോഗം എന്താണ്? നാക്കിൽ വ്രണങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലോസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് കീലോസിസ്? ചുണ്ടിൻ്റെ നിറം മാറുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? കീലോസിസ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലോസൈറ്റ്സും കീലോസിസും വൈറ്റമിൻ B2വിൻ്റെ അഭാവ രോഗങ്ങളാണ്. ആലോചിച്ച് വെച്ചേക്കുക. ഇനിയുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഗ്ലോസൈറ്റ്സും കീലോസിസും ഏതിൻ്റെ അഭാവ രോഗങ്ങളാണ്? വൈറ്റമിൻ B2വിൻ്റെ അഭാവ രോഗങ്ങളാണ്. നാക്കിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗ്ലോസൈറ്റ്സ്. കീലോസിസ് എന്ന് പറയുന്നത് ചുണ്ടിൻ്റെ നിറം മാറുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? കീലോസിസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ B2 ക്ലിയർ ആയല്ലോ. വൈറ്റമിൻ B3 നോക്കാം. വൈറ്റമിൻ B3 രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം? നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം. എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ എന്താണ്? നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം. എന്താണ് വൈറ്റമിൻ B3യുടെ അഭാവ രോഗം? വൈറ്റമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? പെല്ലഗ്രയാണ്. ഏതാണ്? പെല്ലഗ്രയാണ്. വൈറ്റമിൻ B3 ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. പെല്ലഗ്രയെ നെക്ലസ് രോഗം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നെക്ലസ് ഡിസീസ് അഥവാ നെക്ലസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണേത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നു? നിക്കോട്ടിനിക് ആസിഡിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B6 ആണ്. ഏതാണ്? വൈറ്റമിൻ B5 ആണ്. B5. എന്താണ് വൈറ്റമിൻ B5ൻ്റെ ശാസ്ത്രീയ നാമം? പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B5ൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഓക്കെ, മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് പാൻറ്റമിക് ആസിഡ് അഥവാ പാൻറ്റോതെനിക് ആസിഡ് അഥവാ വൈറ്റമിൻ B5 ആണ്. മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B5 ആണ്. B5 പാൻറ്റോതെനിക് ആസിഡ് വൈറ്റമിൻ B5 മാനസിക രോഗ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഏതാണ്? വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6. വൈറ്റമിൻ B6ൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ്. എന്താണ്? പിരിഡോക്സിൻ എന്നാണ് വൈറ്റമിൻ B6ൻ്റെ ശാസ്ത്രീയ നാമം. ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നൊരു വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B6 എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണേത്? വൈറ്റമിൻ B6. പിരിഡോക്സിൻ എന്നാണ് ശാസ്ത്രീയ നാമം. നോക്കൂ, ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് ഒരു അനീമിയ അല്ലേ? അനീമിയ. അപ്പോൾ വൈറ്റമിൻ B6ൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നതെങ്കിൽ ആ അനീമിയ എന്തെന്നാണ് അറിയപ്പെടുന്നത്? മൈക്രോസൈറ്റിക് അനീമിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാണ്? മൈക്രോസൈറ്റിക് അനീമിയ. അപ്പോൾ എന്താ പോയിന്റ് പറഞ്ഞേക്കുന്നത്? വൈറ്റമിൻ B6ൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ്. ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B6. ഈ വൈറ്റമിൻ B6ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അനീമിയ ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയാണ്. ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ.
നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ B7 ആണ്. ഏതാണ്? വൈറ്റമിൻ B7. വൈറ്റമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. എന്താണ്? ബയോട്ടിൻ എന്നാണ് വൈറ്റമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമം. ബയോട്ടിൻ കൂടാതെ വൈറ്റമിൻ B7 എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ H എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? വൈറ്റമിൻ H. അപ്പം വൈറ്റമിൻ B7 അഥവാ വൈറ്റമിൻ H ശാസ്ത്രീയ നാമം ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ. അപ്പം നമ്മൾ വൈറ്റമിൻ G പഠിച്ചില്ലേ? എന്തായിരുന്നു വൈറ്റമിൻ G? അത് വൈറ്റമിൻ B2 ആയിരുന്നു അല്ലേ? വൈറ്റമിൻ B2 ആയിരുന്നു വൈറ്റമിൻ G എന്ന് പറയുന്നത്. വൈറ്റമിൻ H എന്ന് പറയുന്നത് വൈറ്റമിൻ B7 ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ. എയ്ഡ്സ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B7 എന്ന് പറയുന്നത്. എയ്ഡ്സ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B7. അടുത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9. ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B9ൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B9ൻ്റെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ B9 അറിയപ്പെടുന്ന മദേഴ്സ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മദേഴ്സ് വൈറ്റമിൻ. വൈറ്റമിൻ M എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മദേഴ്സ് വൈറ്റമിൻ നിന്ന് വൈറ്റമിൻ M ആലോചിച്ച് വെച്ചേക്കുക. M, മദേഴ്സ്, M. ഓക്കെ. വൈറ്റമിൻ M എന്നും മദേഴ്സ് വൈറ്റമിൻ എന്നും ഒക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B9 ആണ്. B9 നമുക്കറിയാമല്ലേ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിനൊക്കെ എന്താണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ലേഡീസിനൊക്കെ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ടാണ് മദേഴ്സ് വൈറ്റമിൻ എന്ന് പറയുന്നത് കേട്ടോ. മദേഴ്സ് വൈറ്റമിൻ, വൈറ്റമിൻ M എന്നറിയപ്പെടുന്നു. ഫോളിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. ഓക്കെ. RBCയുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B9. RBCയുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, RBC ഇതെല്ലാം നമ്മുടെ രക്തത്തിൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ? ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ B6നെ നമ്മൾ B6ൻ്റെ അഭാവം മൂലം നമ്മൾ മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ RBCയുടെ രൂപീകരണത്തിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെയും അഭാവ രോഗം ഉണ്ട്. എന്താണ്? അനീമിയ തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. വൈറ്റമിൻ B9ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അനീമിയ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ്. ഇത് ഗർഭകാലത്താണ് ഉണ്ടാകുന്നത് കേട്ടോ. വൈറ്റമിൻ B9ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അനീമിയ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഗർഭകാലത്തുണ്ടാകുന്ന അനീമിയാണ്. ഇതിനെ പറയുന്നത് എന്താണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B6 ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ, വൈറ്റമിൻ B9 ആണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ഫോളിക് ആസിഡ് എന്ന ശാസ്ത്രീയ നാമം, വൈറ്റമിൻ എന്താണ് B9ൻ്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്, മദേഴ്സ് വൈറ്റമിൻ എന്നും വൈറ്റമിൻ M എന്നും അറിയപ്പെടുന്നുണ്ട്. RBCയുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അഭാവ രോഗം വിളർച്ച അഥവാ അനീമിയാണ്. വിളർച്ച അല്ലെങ്കിൽ അനീമിയാണ്. B9ൻ്റെ കുറവ് മൂലം ഗർഭകാലത്തുണ്ടാകുന്ന അനീമിയ എന്തെന്നറിയപ്പെടുന്നുണ്ട്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12. അതോടുകൂടി നമ്മുടെ B കോംപ്ലക്സിലെ പ്രധാനപ്പെട്ട എട്ടാമത്തെ വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അംഗീകരിക്കപ്പെട്ട വൈറ്റമിൻസ് ആണ് കേട്ടോ ഈ പറയുന്നത്. അത് ഏതാണ്? B12 ആണ്. സൈനോകൊബാലമീൻ എന്നാണ് വൈറ്റമിൻ B12ൻ്റെ ശാസ്ത്രീയ നാമം. സൈനോകൊബാലമീൻ എന്നാണ് വൈറ്റമിൻ B12ൻ്റെ ശാസ്ത്രീയ നാമം. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിൻ. നമുക്ക് സൈനോകൊബാലമീൻ എന്നല്ലേ അതിൻ്റെ പേര്. അപ്പോൾ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്? കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ B12. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ B12 ആണ്. ഓക്കെ ആണല്ലോ. സയനൈഡ് പോയിസണിന് എതിരെ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിഡോട്ടാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. സയനൈഡ് പോയിസണെതിരെ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിഡോട്ടാണ് വൈറ്റമിൻ B12. സയനൈഡ് പോയിസണെതിരെ ഉപയോഗിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B12 ആണ്. മഴവെള്ളത്തിങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B12 ആണ്. ഇനി വൈറ്റമിൻ B12ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു അനീമിയാണ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ. വൈറ്റമിൻ B12ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അനീമിയ ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ്. അപ്പോൾ മൈക്രോസൈറ്റിക് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ ഇത്രയും കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചേക്കുക. മൈക്രോസൈറ്റിക് അനീമിയ ആണെങ്കിൽ വൈറ്റമിൻ B6, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B9, പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ B12. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നോക്കാം. അതായത് നമ്മൾ B കോംപ്ലക്സ് വൈറ്റമിൻസിൽ ആകെ 8 വൈറ്റമിൻസ് ആണ് അംഗീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ. അത് കൂടാതെയും ഉണ്ട്. അത് കൂടാതെ വൈറ്റമിൻ B4, B8 അതിന് കുറച്ച് ശാസ്ത്രീയ നാമങ്ങളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ എന്താ വൈറ്റമിൻ B4ൻ്റെ ശാസ്ത്രീയ നാമം? അഡാലിൻ എന്നാണ് കേട്ടോ. അഡാലിൻ എന്നാണ് വൈറ്റമിൻ B4ൻ്റെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ B4ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? അഡാലിൻ എന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടി തരുന്നത്. വൈറ്റമിൻ B4ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? അഡാലിൻ.
എയ്റ്റിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? B8ൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇനോസിറ്റോൾ. എന്താണ്? ഇനോസിറ്റോൾ അഥവാ എനോസിറ്റോൾ ആണ് B8ൻ്റെ ശാസ്ത്രീയ നാമം. ഓക്കെ. B10ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ B10ൻ്റെ ശാസ്ത്രീയ നാമം പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്നാണ്. എന്താണ്? പാരാ അമിനോ ബെൻസോയിക് ആസിഡ്. അപ്പോൾ B4 അഡാലിൻ, B8 എനോസിറ്റോള്, B10 ഏതാ? പാരാ അമിനോ ബെൻസോയിക് ആസിഡ്. ഇനി ഒന്നും കൂടി നോക്കാം. വൈറ്റമിൻ B11 അറിയപ്പെടുന്ന എന്താണ്? ടെറി ഹെപ്റ്റാ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നാണ്. ടെറി ഹെപ്റ്റാ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ 11 അറിയപ്പെടുന്ന. B11 അറിയപ്പെടുന്ന എന്തെന്നാണ്? ടെറി ഹെപ്റ്റാ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അഭാവ രോഗങ്ങളും കൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലാസ്സുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക.